ഇതാണ് പരുന്തുംപാറയ്ക്ക് അടുത്തുനിന്നൊരു 4 കിലോമീറ്റർ മാറിയുള്ള ഏതോ ഒരു തേയിലത്തോട്ടം. മനസ്സിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ട് വരയ്ക്കാന്ന് കരുതി ഇങ്ങനെ തപ്പി നടന്നു. എനിക്കിങ്ങനെ അധികം ക്രൗഡഡ് അല്ലാത്ത സ്പേസിൽ ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കാനാണ് ഇഷ്ടം. അതാണ് പരുന്തുംപാറ ഇറങ്ങാണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇതാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ വെയിലിറങ്ങി വരണ നോക്കി. എന്നാ പിന്നെ നീലാകാശവും പച്ചപ്പും ഈ മരം ആയിക്കോട്ടെ ഇന്നത്തെ വരാം. ഈ ബ്ലൂവും വൈറ്റ് എന്ത് നല്ല കോമ്പോയല്ലേ. അപ്പോൾ വരയ്ക്കാനുള്ള ക്യാൻവാസും ബ്രഷും പെയിന്റും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പീസ്ഫുൾ. അത് നമുക്ക് ആകാശം നല്ല സെറ്റാക്കാം. എറണാകുളത്തെ തിരക്കിട്ട ലൈഫിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കാമായിട്ടുള്ള സ്പേസിൽ പോയിരിക്കുമ്പോൾ മൈൻഡ് നന്നായിട്ട് റിഫ്രഷ് ആവും. കൂട്ടത്തിൽ വരയ്ക്കാൻ കൊണ്ട് പറ്റിയ ഡബിൾ ഹാപ്പി. ഇവിടുത്തെ സ്കൈ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഡിജിറ്റൽ ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും എനിക്ക് ക്ലൗഡ്സ് പെയിന്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. ഇനി തേയിലത്തോട്ടം വരയ്ക്കാം. ഏതാണ്ട് അതുപോലെയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇനി കുറച്ച് മരങ്ങളോട് വരച്ചു കൊടുക്കാം. മരങ്ങൾ ഇങ്ങനെ സില്ലൗട്ട് പോലെ കാണുന്നതുകൊണ്ട് കുറച്ച് ഈസിയാണ് വരയ്ക്കാൻ. എന്താ അനക്കം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മോനെ 2-3 കാട്ടുമൊയില് എന്നെ കണ്ടതും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലോട്ട് ഓടി ഒളിച്ചു. നല്ല രസമുണ്ട് ഇതിങ്ങളുടെ ചാട്ടം കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡ്രോയിങ് ഏകദേശം സെറ്റായി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഞാനെന്തെങ്കിലും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ നാളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കാണുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് ഹോപ്പോടെ ബൈ.